എന്ന് പറയുന്നത് എന്തല്ല? അക്ഷരങ്ങളല്ല, അക്ഷരം. ലക്ക് അതായത് നമ്മൾ ജപിക്കുന്ന ആ മന്ത്രത്തില് എത്ര? 32 അക്ഷരം. ഈ 32 അക്ഷരം വരുന്ന ഛന്ദസ്സിനാണെന്ന് പറയുന്നത് കൊള്ളുകയും പിന്നീട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കാതെ തന്നെ അവരത് ജപിച്ചുറപ്പിക്കുകയും ചെയ്തോളും. അത് ഉറയ്ക്കും തോറും അവരുടെ മനസ്സ് എന്ത് ചെയ്യും? ഉറയ്ക്കുമെന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ അത് ജപിച്ച് പഠിപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. ഇനി ഇത്തിരി പുഷ്പം കൊടുത്താട്ടെ. ഓം ബ്രഹ്മ ഋഷി ഹയഗ്രീവ ഗോപാലോ ദേവത. ഓം പഠിച്ചോണേ. ഓം ഉൽ ഗിരൽ പ്രണവോൽഗീത സർവ വാഗീശ്വരീശ്വര സർവവേദമയാ ചിന്ത്യ സർവ വേദമയാ ചിന്ത്യ സർവം ബോധയ ബോധയ. അർച്ചിച്ച. ഓം ഉൽ ഗിരൽ പ്രണവോൽഗീത സർവവാഗീശ്വരീശ്വര സർവ വേദമയാ ചിന്ത്യ സർവം ബോധയ ബോധയ. ഓം ഉൽ ഗിരൽ പ്രണവോൽഗീത സർവവാഗീശ്വരീശ്വര സർവവേദമയാ ചിന്ത്യ സർവം ബോധയ ബോധയ. ഇനി വീണ്ടും ഇത്തിരി പുഷ്പം എടുത്താൽ. ഓം സം സരസ്വത്യൈ നമഃ. ഓം സകല സരസ്വതി ആനന്ദമോഹിനി ആത്മവിദ്യായൈ സ്വാഹ. ഓം സകല സരസ്വതി ആനന്ദമോഹിനി ആത്മവിദ്യായൈ സ്വാഹ. ഓം സകല സരസ്വതി ആനന്ദമോഹിനി ആത്മവിദ്യായൈ സ്വാഹ. ഇനി വീണ്ടും ഇത്തിരി പുഷ്പം എടുത്തോട്ടെ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. അർജിച്ച. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഓം ബുദ്ധിം ദേഹി യശോദേഹി കവിത്വം ദേഹി ദേഹി മേ മൂഢത്വം സംഹരാദേവി ത്രാഹിമാം ശരണാഗത. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഇനി ഓരോ മന്ത്രം ജപിക്കുമ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ ജപിച്ച് പുഷ്പർപ്പിക്കാം. പുഷ്പമുണ്ടോ? ഓരോ കുഞ്ഞു വീട്ടാൽ മതി. ഓം കേശവായ നമഃ.
ഓം നാരായണായ നമഃ. ഓം മാധവായ നമഃ. ഓം ഗോവിന്ദായ നമഃ. ഓം വിഷ്ണവേ നമഃ. ഓം മധുസൂദനായ നമഃ. ഓം ത്രിവിക്രമായ നമഃ. ഓം വാമനായ നമഃ. ഓം ശ്രീധരായ നമഃ. ഓം ഋഷികേശായ നമഃ. ഓം പത്മനാഭായ നമഃ. ഓം ദാമോദരായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഓം നമോ ഭഗവതേ നാരായണായ. അപ്പോൾ നമ്മുടെ ഈ മന്ത്രം പഠിച്ചോ നിങ്ങൾ? ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. അപ്പോൾ ദിവസവും രാവിലെയോ വൈകിട്ടോ വിളക്ക് കത്തിക്കുമ്പോൾ ഇത് വന്നിരുന്ന് ജപിക്കുവോ? ചെന്നിരുന്ന് ജപിക്കണം കേട്ടോ. എങ്കിലേ നമുക്കിതിൻ്റെ നേട്ടമുണ്ടാകുകയുള്ളൂ. നിത്യവും ഇതെന്ത് ചെയ്യണം? ജപിക്കണം. ആര് ജപിച്ചാലും നല്ലതാ, അമ്മമാര് ജപിച്ചാലും നല്ലതാ. നമ്മളെല്ലാം എന്താ വിദ്യാർത്ഥികളാണ്. എല്ലാം പഠിച്ചു തീർന്നവരാണോ നമ്മള്? ആണോ? നമ്മളെല്ലാം പഠിച്ചു തീർന്നവരാണോന്ന്? ഒന്നുമല്ല. ആർക്ക് വേണേലും ജപിക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി കർപ്പൂരം കത്തി സമർപ്പിക്കാം. എല്ലാവരും എഴുന്നേറ്റാട്ടെ. എഴുന്നേറ്റിട്ട് ഹരേ രാമ ഹരേ രാമ ഉറക്കെ ജപിച്ചാട്ടെ. ഭഗവാൻ കേൾക്കട്ടെ. ഹരേ രാമ ഹരേ രാമ ജപിച്ചോ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതഭേദാവത്തര വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഇനി എല്ലാവരും ആ കർപ്പൂരത്തെ ഒന്ന് തൊഴുതാട്ടെ. തിരുമേനി കാണിച്ചാൽ നിങ്ങൾ കത്തിക്കേണ്ട കർപ്പൂരം അതവിടെ ഇരുന്നോട്ടെ. എല്ലാവരും കർപ്പൂരത്തെ തൊഴുതാട്ടെ. ഇനി ആ വിളക്കിനെ നമസ്കരിച്ചൊന്നിരുന്നാട്ടെ. വിളക്കിനെ നമസ്കരിക്കുക. ഞങ്ങള് ഇങ്ങനെ ഒരു പൂജ ചെയ്തു ഭഗവാനെ. ഞങ്ങൾക്ക് പൂജയൊന്നും അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് നാമം ജപിക്കാൻ മാത്രമേ അറിയാവൂ. ഞങ്ങളുടെ നാമജപത്തിൽ എന്തെങ്കിലും പെശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ ഭഗവാനെ എന്ന് ഭഗവാനോടൊന്ന് പറയണം. ഞങ്ങൾക്ക് വല്ലോ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ ഭഗവാനെ കൃഷ്ണ എന്നൊന്ന് സങ്കല്പിച്ചിട്ട് ആ പുഷ്പം മൊത്തം അങ്ങ് വാരിയെടുത്തിട്ട് ഇലയിലുള്ള മുഴുവൻ പൂവും, ഒരു പൂ പോലും ഇല്ലാതെ മൊത്തം വാരിയെടുത്തിട്ട് എടുത്തോ. ഉള്ള പൂവെല്ലാം വാരിയെടുക്കുക. എടുത്തിട്ട് എൻ്റെ കൂടെ ജപിച്ചാട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം
ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ തവ കാരുണ്യം സർവകാലം വരേണമേ. കായേന വാച മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാവ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. വിളക്കിൻ്റെ ചൂട്ടിലോട്ട് അടച്ചാട്ടെ. ഇനി ആ വിളക്കിനെ നന്നായിട്ടൊന്ന് തൊഴുതാട്ടെ. ഭഗവാനേ ദൈവമേ രക്ഷിക്കണേ തൊഴുതോ. ഇനി നമ്മൾ ആ ജപിച്ചിട്ടിരിക്കുന്നതിൽ ഒരു പൂവ് എടുത്താട്ടെ. തുളസിയില ഉണ്ടെങ്കിൽ തുളസിയിലയോ പൂവ് എടുക്കുക. എടുത്തിട്ട് രണ്ട് കൈകളിലൂടാക്കി ആ പൂ നന്നായിട്ട് രണ്ട് കൈയിലൂടെ വെച്ചുകൊണ്ട് ആ പൂ നന്നായിട്ടൊന്ന് മണത്താട്ടെ. ഇങ്ങനെ പോ മണത്തോ. എന്നിട്ടത് വലത് കൈയിലാക്കിക്കട്ടെ. വലത് കൈ വലത് കൈ ഏതാന്ന് മനസ്സിലായോ? അപ്പൊ ഇടത് കൈ ഏതാണെന്ന് അറിയാമല്ലോ, ഇടതുവശം. ഈ പൂവൊന്ന് 3 പ്രാവശ്യം മുഖത്തൊന്ന് ഒഴിഞ്ഞാട്ടെ. അപ്പൊ ഇനി ഇടതുവശത്തെ തോളിലൂടെ, ഇടതുവശം ഏതാ? ആ തോളിൽ പുറന്നോട്ടം കളഞ്ഞാൽ പുറന്നോട്ടം കളഞ്ഞു. ഇനി ഇത്തിരി ഏറെ പുഷ്പം എടുത്താട്ടെ. നമ്മുടെ ആ വിളക്കിന്റെ എരിയുന്ന തണ്ടുണ്ടല്ലോ, റൗണ്ട് എരിയുന്ന റൗണ്ട് കണ്ടില്ലേ? അതിന്റെ താഴെ ആ കനം കുറഞ്ഞ തണ്ടി പിടിച്ചാട്ടെ. ആ പൂ വെച്ചുകൊണ്ട് പിടിക്കേ. അടുത്തോട്ട് പിടിച്ചോ. രണ്ട് കൈ കൊണ്ടുകൂടെ പിടി. അപ്പൊ ഇപ്പോഴത്തന്നെ ഇളകി. ഇനി അതൊന്ന് ഇളക്കി മേപ്പോട്ടൊന്ന് പൊക്കി ഭഗവാനെ ഒന്ന് കാണിച്ചട്ടെ. പതുക്കെ മതി, പതുക്കെ പതുക്കെ. എണ്ണ ദേഹത്ത് വീഴരുത്. അവിടെ ഇരുന്നോട്ട് ഇനി അതൊന്ന് വെച്ചേരെ. അപ്പൊ നമ്മുടെ പൂജ എന്ത് ചെയ്തു? കഴിഞ്ഞു. ഇനി ആ പൂവ് കൊണ്ട് ആ വിളക്കിന്റെ തിരിയങ്ങ് അണച്ചേച്ചാട്ടെ. ദേഹത്തൊന്നും വീഴരുത്. വിളക്കിന്റെ തിരി അണച്ചോ. എന്നിട്ട് ഈ പൂവ് വാരി ഒരു പാത്രത്തിലാക്കി, ഇല്ല കവറിന് കൊണ്ടുവന്ന കവറിലാക്കി നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി, നമ്മുടെ വീട്ടിൽ ഒന്നുകിൽ പട്ടിയും പൂച്ചയും ഒന്നും കയറാത്തിടത്ത് കൊണ്ടുവന്ന് ഇടുക. അല്ലെങ്കിൽ ഒരു കുഴി കുഴിച്ചിട്ട് അതിനകത്ത് നമ്മുടെ മണ്ണിലോട്ട് ഇട്ടേക്കുക. പൂജാമുറിയുടെയോ വല്ലോ നല്ല ഭാഗം നോക്കി ഇട്ടേക്കുക. പൂവങ്ങ് വാരി എടുത്തട്ടെ. ഇനിയും